ദ ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു കൃപാസന മാതാവേ. എനിക്കത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഞാൻ തൃശ്ശൂർ പുറനാട്ടുകര ഇടവകയിൽ പള്ളിയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന സിസി എന്നാണ് എൻ്റെ പേര്. ഞാൻ 2019 ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞ ആളാണ്. പിന്നീട് അവിടുന്ന് തൊട്ട് അനുഗ്രഹങ്ങളുടെ പ്രവാഹമായിരുന്നു. പക്ഷേ അതെനിക്ക് പറയാൻ സാധിച്ചില്ല പിന്നീട് വന്നപ്പോഴൊന്നും. ഞാൻ സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ്. പത്രാസ് പറഞ്ഞതല്ല കേട്ടോ, മാതാവിൻ്റെ അത്ഭുതം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്നും പള്ളിയിൽ പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കാലുവേദന വന്നു ബോളായിട്ട്. അപ്പം എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ പള്ളിയുടെ അടുത്ത് എനിക്കൊരു വീട് പണിയണ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ആളിങ്ങോട്ട് പറഞ്ഞു നമുക്ക് വീട് പണിയാം. വീട് പണി തുടങ്ങിയപ്പോഴും കൊറോണ വന്നു. എന്ത് ചെയ്താൽ വീട് പണി നടക്കില്ല. ഒന്നില്ലെങ്കിൽ ലോക്ക്ഡൗൺ, അല്ലെങ്കിൽ പണിക്കാരെ കിട്ടില്ല. ഇത് രണ്ടും ശരിയാകുമ്പോൾ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒഴിവുണ്ടാവില്ല. ഏതെങ്കിലും തരത്തിൽ ഇത് മുടങ്ങിക്കിടക്കാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു വെക്കേഷന് ഇവിടെ 40 ആളെയാണ് ഉടമ്പടി എടുക്കാൻ സമ്മതിക്കുള്ളതെന്ന് ഞാൻ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തൊരു ദിവസം അവിടെ വന്നു. അങ്ങനെ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ കുർബാന അവിടെ നടക്കണം. 40 ആൾ ഡിസ്റ്റൻസ് ഇട്ടത്. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നത്. കുർബാന കൂടി കഴിഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ലോകയൊക്കെ മാറി പാൻറ്റും ചൂപ്പിട്ടിട്ട് അച്ഛൻ തോടെ നടന്നു പോകുമ്പോൾ ആൾക്കാരൊക്കെ അച്ഛൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പം ഞാൻ ഓടി. അവിടെ ചെന്നപ്പോൾ അച്ഛൻ ഉടമ്പടി പേപ്പർ നോക്കിയിട്ട് പറയുന്നുണ്ട് കറക്റ്റല്ല, പോ കറക്റ്റല്ല, പോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഓടിപ്പിച്ചു. അപ്പം ഞാൻ എൻ്റെ ഉള്ളിയോടെ കയറിയിട്ട് എൻ്റെ ഉടമ്പടി പേപ്പർ കാണിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ കയറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു ചേച്ചിയുടെ ഉടമ്പടി പേപ്പർ പക്കാ കറക്റ്റാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ എനിക്ക് മെസ്സേജ് കൊടുത്തു. അതാണ് തമാശ. അച്ഛൻ എന്നോട് ഒരു നമ്പർ വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു നമ്പർ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഒരു വിശ്വാസമാണ് ജെല്ലി സുഖസ്നായ ജെല്ലി ഒക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു ചേച്ചി വിചാരിച്ച നമ്പറിൽ 7 ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ ഞാൻ 7 വിചാരിച്ചതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ചേച്ചി മനസ്സിൽ കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു പോയി. എൻ്റെ 25th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ജൂലൈ 14. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ പുതിയ വീടിൻ്റെ പണി കഴിഞ്ഞ് ജൂലൈ 14 തന്നെ ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി അച്ഛൻ പറഞ്ഞ പോലെ. അവിടെ ചെന്ന് പിന്നെ പണി രാത്രിയും പകലും പണിക്കാരെ കിട്ടി. ലോക്ക്ഡൗൺ ആകെ സ്പീഡായി. ജൂലൈ 14 കാലത്ത് വീട് വെഞ്ചിരിച്ചു. ഉച്ചയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പം അച്ഛവിടെ പറയാറുണ്ടെങ്കിൽ എനിക്ക് ആദ്യത്ര ഇത് പക്ഷേ കറക്റ്റായി നടന്നു. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ പഴയ വീട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, മോളുടെ കല്യാണം കഴിക്കണം വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ഒരു അത്ഭുതം പോലെ ഒരു ബ്രോക്കർമാരോട് പറയും ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കണ്ണ് കാണാത്തൊരു ചേട്ടൻ അവിടെ പിയൂണാണ് സ്കൂളിൽ. ആൾ വന്നിട്ട് പറഞ്ഞു ടീച്ചറെ വീട് കൊടുക്കണേ ഞങ്ങൾക്ക് തായോന്ന് പറഞ്ഞു. കരാർ എഴുതലും കഴിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചേക്കാളും കൂടുതൽ പൈസയ്ക്ക് അത് വിറ്റുപോയി. അത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോൾക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ഒരു കല്യാണത്തിൽ വന്ന് ആ പൈസ കൊണ്ട് മോളുടെ കല്യാണം കഴിച്ചു എല്ലാം ഭംഗിയായി നടന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കാലം അങ്ങനെ വീട്ടിൽ വിശ്വാസമായി എല്ലാവർക്കും. ആദ്യം ഹസ്ബൻഡൊന്നും വരാറില്ല. വിശ്വാസമായി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു പനി വന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അപ്പം വയസ്സായിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്. 96 വയസ്സുണ്ടെന്ന്. ആളെ രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് നോക്കണം. ഞാനിരിക്കാറുണ്ട്, ആളിരിക്കാറുണ്ട്. ആൾക്ക് പനി വന്നു. എന്നാലും ആൾ ഉറക്കൊളച്ചിരുന്ന് അപ്പനെ ശുശ്രൂഷിക്കും, ജോലിക്ക് പോവും. പനി 1 മാസമായി മാറണില്ല. അമല ക്യാൻസർ റിസർച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർ ഒരാഴ്ച ഡയഗ്നോസ് ചെയ്തു. എന്ത് പനിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഞാനിവിടെ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, ആശ്രമ സിറ്റി കൊണ്ടുപോ,
എന്തെങ്കിലും ചെയ്യും. മാധവനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാധവ് ഇതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയതായോ. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല, അപ്പനെ നോക്കണം, എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ടീച്ചറുമാണ്, ജോലിക്ക് പോകണ്ട്, പകൽ ജോലിക്ക് പോകും, രാത്രി അപ്പനെ നോക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആളെ ഹോസ്റ്റലിലേക്ക് മാറ്റിയിരിക്കുമ്പോൾ ആളെ ശരിയായ ബോധമൊക്കെ പോയി, ആൾക്ക് വേറെ രൂപത്തിലായി തുടങ്ങി. അങ്ങനെ അവിടെ ICUവിൽ കയറ്റി. അങ്ങനെ ഞാൻ ഒരു ദിവസം കരഞ്ഞ് വിളിച്ച് ഞാൻ അതിൻ്റെ അയൽപ്പക്കത്തെ ടീച്ചറും കൂടി ഇവിടെ വന്ന് കാലത്ത് വന്ന് ഉടമ്പടി എടുത്തു. അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടാൻ വേണ്ടി ഇവിടെ ചെന്നപ്പോൾ ബ്രദർ പറഞ്ഞു പറ്റില്ല, തെളിവാണെന്ന്. അപ്പോഴേക്കും അവർ ഫോണിൽ ഇതൊക്കെ അയച്ചു തന്നു. അങ്ങനെ ടോക്കൺ തന്നു, അച്ഛൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തു. പച്ച ഫോണിൽ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ചിട്ട്, അതാണ് അച്ഛൻ 7 പ്രാവശ്യം അച്ഛൻ ആശീർവദിച്ച് ഒരു ലോക്കറ്റ് തന്നിട്ട് ഒന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ. ഇത് ICUവിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു, തലവണ്ണേരെ കയ്യിൽ. ഞാൻ അവിടുന്ന് ചെയ്യുന്ന ICUവിലേക്ക് എന്നെ കയറ്റില്ല. അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞു, നേഴ്സ് ക്രിസ്ത്യനായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി ഇതൊന്ന് തലവണ്ണേരെ അടിയിൽ വെക്കാൻ പറഞ്ഞു. അത് വെച്ചു. ഞാൻ അങ്ങോട്ട് പോന്നു, അപ്പം വീട്ടിലുള്ളതല്ലേ, പോന്നു. പിറ്റേ ദിവസം കാലത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഓർഡറായി, ആള് സാധാരണ നിലയിലേക്ക് വന്നു. ഡയഗ്നോസ് ചെയ്തു, ടൈഫോയിഡ് ആയിരുന്നു. ടൈഫോയിഡിൻ്റെ ഇത് ഫലമാണ് ആളുടെ ബോധമൊക്കെ പോയത്. അങ്ങനെ ആള് ഒരു കുഴപ്പമില്ലാണ്ട് മാറി. 1 മാസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും 3 ദിവസം റെസ്റ്റ് എടുത്ത് ആള് വീണ്ടും, ഒരു ആർമിക്കാരനായിരുന്നു, ഒരു ബാങ്കിൽ മാനേജറായിരുന്നു, ആൾ ജോലിക്ക് പോയി തുടങ്ങി. ഇപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അതെൻ്റെ ഉടമ്പടി തൈലം തേച്ചിട്ടുണ്ടായ അനുഭവം. എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു. പല്ലുവേദന വന്നിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു, ഡേറ്റ് എടുത്തു റൂട്ട് കനാലിന്. ഡേറ്റ് എടുത്തെങ്കിലും ഞാൻ പോയില്ല. ഞാൻ ഉടമ്പടി തൈലം 4 ദിവസം ഉപയോഗിച്ചു, പ്രാർത്ഥിച്ചു. കാലത്ത് 5:30 പ്രാർത്ഥിച്ച് ഇത് പുരട്ടി കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ ഞാൻ മറന്നു, എനിക്ക് പല്ലുവേദനയുടെ കാര്യം. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കേ, എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നില്ലേ, പോത്തിറച്ചൊന്നും തിന്നാൻ പറ്റില്ല, കറുമുറു വസ്തുക്കൾ തിന്നാൻ പറ്റില്ല, ഇതൊക്കെ ഞാൻ തിന്നേണ്ടിയിരുന്നു. അപ്പോഴാണ് മാതാവേ എൻ്റെ പല്ലുവേദന മാറ്റി തന്നു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കണത്. പിന്നെ പിന്നെ ഡോക്ടറെ വെറുതെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നീ വേദന വരുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് മാറി. അതുപോലെ കാലുമ്മേ ഒരു ബോൾ പോലെ വന്നു, അതും ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിന് മരുന്നൊന്നുമില്ല, ഇത് നിങ്ങൾ നല്ല പ്രായത്തിൽ ഓടി നടന്നിട്ട് വന്ന സുഖം, ഇനിയൊരു മരുന്നില്ല, കാല് റെസ്റ്റ് എടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് റെസ്റ്റ് എടുക്കാൻ വലിയ ജോലിക്ക് പോകണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, എങ്ങനെ പറ്റുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എതുണ്ടായിന്ന് വെച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ജപമാല റാലിക്ക് വന്ന് പങ്കെടുക്കുക, ഈ കാലുവേദന മാറിയ മാതാവേ. ആ കൊല്ലം തന്നെ ഒക്ടോബർ ആകുമ്പോഴേക്കും എൻ്റെ കാലുവേദന മാറി. ഞാൻ ജപമാല റാലിക്ക് വന്നു, ഒരു കുഴപ്പം എനിക്കുണ്ടായില്ല. കഴിഞ്ഞ വർഷം ഞാൻ ജപമാല റാലിക്ക് വന്നു, പിറ്റേ ദിവസം കൂളായിട്ട് ഞാൻ ജോലിക്ക് പോയി, ഒരു വേദന എനിക്കുണ്ടായില്ല. അങ്ങനെ ഇനിയുണ്ട് കുറേ അത്ഭുതങ്ങൾ. മോന് ജോലി കിട്ടി, ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ആളത്ര ബ്രൈറ്റ് ഒന്നല്ല എൻ്റെ മോൻ, ഒരു ആവറേജ് കുട്ടി. പക്ഷെ പഠിക്കുമ്പോൾ തന്നെ മോന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. ഞാൻ ഡേറ്റ് വെച്ച് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. മോൾക്കൊരു സ്കൂളിൽ ഡെയിലി വേജസ് ആയിട്ട് DDയിൽ നിന്നൊരു ജോലിയും കിട്ടി. എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ പോലെ, ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ, ചേച്ചി വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു. ഇതുവരെ നടന്നിട്ടുണ്ട്, ഇനിയും നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ജീവകാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ തൃശ്ശൂർ സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. കാണുന്ന എല്ലാ പാവങ്ങൾക്കും എനിക്ക് സാധിക്കുന്ന തരത്തിൽ ഭക്ഷണം മേടിച്ച് കൊടുത്തും മരുന്നിന് കാശ് കൊടുത്തും പുത്തമ്പള്ളിയിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ ആ പരിസരത്തൊക്കെ നടന്ന് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാറുണ്ട്. പിന്നെ പേപ്പർ അവിടെയുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും, ഹിന്ദുക്കൾക്കും, യൂണിയൻകാർക്കും എല്ലാവർക്കും കൊടുക്കും. ചിലർക്ക് കളിയാക്കാറുണ്ട്, അതൊന്നും ഞാൻ വില വയ്ക്കാറില്ല. പിന്നെ എൻ്റെ ക്ലാസ്സിൽ പാവങ്ങളായ കുട്ടികളാണ്, ഗവൺമെൻറ് സ്കൂളാണ്, പേരൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരൊക്കെ സ്കൂൾ പറയുന്നില്ല, ഞാൻ പലതരത്തിലും എനിക്ക് പറ്റാവുന്ന തരത്തിൽ ഞാൻ സഹായിക്കാറുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡിനോടും കൂടി ഞാൻ പറയാറില്ല, ഞാൻ അവരെ സഹായിക്കാറുണ്ട്. പിന്നെ കൃത്യമായിട്ട് പള്ളിയിൽ പോകാറുണ്ട്. പള്ളിയുടെ മുന്നിൽ ദൈവം എനിക്ക് വീട് ഒരുക്കി തന്നു. ഞങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ വിചാരിച്ച വീട് വലിയ ബഡ്ജറ്റിൽ ദൈവം ക്രമീകരിച്ച് തന്നു. ആ അത്ഭുതം ഇപ്പോഴും ആലോചിച്ചാൽ എങ്ങനെയുണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ച വീടിൻ്റെ ഇരട്ടി
വലിപ്പത്തിലാണ് വീട് പണിതണത്. ദൈവം അത് ക്രമീകരിച്ച് തന്നു. എല്ലാ ഭാഗം കൊണ്ട്, ഒരു ഭാഗം കൊണ്ട് ഇനി പറയാനില്ല, എല്ലാ ഭാഗം ഭംഗിയായി നടക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി. ഞാൻ ആളുകളെ ടെമ്പോയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഉടമ്പടി എടുക്കാനും പുതുക്കാനും 5 കൊല്ലമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇന്നും ഒരു പുതിയ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടമ്പടി പുതുക്കാൻ എൻ്റെ സ്കൂളത്തെ ടീച്ചറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം, എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ കൊണ്ടുവരുമെന്ന് മാതാവിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. മാതാവേ നന്ദി. ഇനിയും കുറേ പറയാനുണ്ട്, സമയം അധികമായി. യേശുവേ നന്ദി. കൃപാസന മാതാവേ നന്ദി. താങ്ക് യു.